ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ on the 12th of May at 1200 hours. Thank you. വിക്രം മിശ്രി കാര്യങ്ങൾ പറഞ്ഞത് അതെന്താണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കേണ്ടതുണ്ട്. അത് ഒരു കാര്യം ഒരു വാക്കിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു വിദേശകാര്യ സെക്രട്ടറി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൽ തന്നെ ആ ബോഡി ലാംഗ്വേജിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബി ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ് കുമാർ ഒറ്റ വാക്കിൽ എന്തോ കാര്യം പറഞ്ഞ് പോയതാണ്. അത് ക്ലിയർ ആയി നമുക്കൊന്നുകൂടി അത് കേൾക്കേണ്ടതുണ്ട്. എങ്കിലും വൈകിട്ട് 5 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യ ഗവൺമെന്റും. വൈകിട്ട് 5 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉരുത്തിരിഞ്ഞ സംഘർഷം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി നടന്ന പഹൽഗാം ഭീകരാക്രമണം 26 പേരുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണം 25 ഇന്ത്യൻ പൗരന്മാരുടെയും ഒരു നേപ്പാളി പൗരൻ്റെയും ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ രൂക്ഷമാവുകയായിരുന്നു. തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആക്രമിച്ച് നിലം പരിശാക്കി. ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. യെസ്, വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇന്ന് 3:35 കൂടിയാണ് പാകിസ്ഥാൻ DGMO ഇന്ത്യയിലേക്കൊരു വിളി നടത്തുന്നത്. അതിനുശേഷമാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടായെന്ന് പറയുന്നു. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, അത്തരത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ വെടിനിർത്തലിന് കാരണമായത് എന്താണ്? പാകിസ്ഥാനിൽ നിന്നുമാണ് ആ ശ്രമം ആദ്യം ഉണ്ടായതെന്നൊക്കെ ഇപ്പോൾ വിക്രം മിശ്രി പറഞ്ഞല്ലോ. യെസ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പ്രജിൻ, ഇന്ത്യ ഇതിലൊരു മൂന്നാം കക്ഷി മാധ്യസ്ഥത്തെ പറ്റി പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങളിൽ ഒരു കാലത്തും ഒരു മൂന്നാം കക്ഷി ഇടപെടലിന് ആഗ്രഹിച്ചിരുന്നില്ല, അത് അംഗീകരിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള മൂന്നാം കക്ഷി ഇടപെടൽ അംഗീകരിക്കാത്ത രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ വിഷയത്തിലും അതുകൊണ്ട് അമേരിക്കൻ ഇടപെടൽ എന്നത് ഏതെങ്കിലും തരത്തിൽ അതിനൊരു സ്ഥിരീകരണം ഇപ്പോൾ ട്രംപ് അത് ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇടപെടൽ ഇന്ത്യ സ്ഥിരീകരിക്കുന്നില്ല. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പാകിസ്ഥാൻ അദ്ദേഹം നേരിട്ട് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറലെ വിളിക്കുകയായിരുന്നു. ഫർദറായി ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടുന്ന നടപടികളെ പറ്റി ചർച്ച ചെയ്തു. അപ്പോൾ കരയിലും കടലിലും ആകാശത്തും കൂടിയുള്ള ഫയറിംഗ് ഒപ്പം ഈ പറയുന്ന മിലിറ്ററി ഓപ്പറേഷനും നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇന്ന് 5 മണി മുതൽ അത് പ്രാബല്യത്തിൽ വന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അദ്ദേഹം പറയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് മൂന്നാം കക്ഷി ഇടപെടൽ, അമേരിക്കയുടെ മാധ്യസ്ഥം ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷി ഇടപെടൽ അത് പരോക്ഷമായോ പ്രത്യക്ഷമായോ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ അതിനെപ്പറ്റി ഒരു പരാമർശവും നടത്താതെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിൽ അമേരിക്കൻ മാധ്യസ്ഥം എന്നത് ഇത്രയും ഗൗരവത്തിൽ ഇന്ത്യ കണക്കിലെടുക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് വാർത്താ സമ്മേളനത്തിൽ ഈ പ്രതികരണത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി ഒരു സിംഗിൾ സെന്റൻസ് പോലും പറഞ്ഞിട്ടില്ല എന്നത് വളരെ ക്രൂഷ്യലായി എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നു. അതിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയിരിക്കും വ്യക്തമാകുക. ഇപ്പോൾ ഡോക്ടർ ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരായിരിക്കാം അതിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേർത്ത് വായിക്കേണ്ടത് ഇഷക്ദറിന്റെ കൂടിയാണ്. ഇഷക്ദറിന്റെ സ്റ്റേറ്റ്മെന്റിലും ഈ രീതിയിൽ മറ്റൊരു ആളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് അമേരിക്ക മാത്രമാണ്. അതിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും മാർക്കോ റൂബിയോ ആണെങ്കിലും JD വാൻസ് ആണെങ്കിലും അവർ മാത്രമാണ് ആ രീതിയിൽ ഞങ്ങളാണ് ഇതിനൊരു മധ്യസ്ഥത വഹിച്ചതെന്ന് പറഞ്ഞത്. മറ്റ് ഈ പറയുന്നത് ഇന്ത്യയോ പാകിസ്ഥാനോ ഈ നിലയ്ക്ക് ഈ മട്ടിൽ ഇതുവരെ പോലും അത്തരത്തിലൊരു
ഒരു മൂന്നാം കക്ഷിയുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും 6 മണിക്ക് ഇനി ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമോ, എനിക്ക് വലിയൊരു വാർത്താ സമ്മേളനം നടത്തുമോ എന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇനി മെയ് 12-ാം തീയതി ആയിരിക്കും DGMO ഇക്കാര്യത്തിൽ വിശദമായ കാര്യങ്ങൾ പറയുക എന്നുകൂടി ഇപ്പോൾ വിക്രം മിശ്രി സൂചിപ്പിച്ചു. അത് മെയ് 12-ാം തീയതി ആയിരിക്കും എന്നാണ് പറഞ്ഞു. ഇന്നിപ്പോൾ 3:35-ന് ഈ DGMO പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ വിളിക്കുന്നു. അതിനുശേഷമുള്ള ചർച്ചകൾക്കൊടുവിൽ ഏറ്റവും ഒടുവിലാണ് ഈ 5 മണി മുതൽ എല്ലാ രീതിയിലുമുള്ള വെടിനിർത്തൽ, അതിപ്പോൾ കരയിൽ നിന്നായാലും സമുദ്രത്തിൽ നിന്നായാലും വ്യോമ ആക്രമണമാണെങ്കിലും അതെല്ലാം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ വിക്രം മിശ്രി തന്നെ വ്യക്തമാക്കിയത്. ദിലീപ് കുമാറും S വിജയകുമാറും തുടരുന്നു. വീണ്ടും ദിലീപ് കുമാറിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെയാണ് ഈ ചർച്ചകൾ നടന്നതെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും ഇരു രാജ്യങ്ങളും ഇന്ത്യയോ പാകിസ്ഥാനോ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്നത് പോലെ 5 മണി ഇന്ന് വൈകിട്ട് 5 മണി മുതൽ അങ്ങനെ ഒരു സീസ് ഫയർ വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു.